കോഴിക്കോട് ദീപക് ആത്മഹത്യാ കേസിൽ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫ റിമാൻഡിൽ. കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. 2 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷിംജിതയെ 2 മണിയോടെ വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. വൈകിട്ട് 5 മണിക്ക് മുമ്പായി കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷിംജിതയെ മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റി. റിമാൻഡ് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകുമെന്ന് അഡ്വക്കേറ്റ് ജുനൈദ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവായ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപകിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ് യാത്രയ്ക്കിടെ ദീപക് ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് ആരോപിച്ച് ബസ്സിലെ ദൃശ്യങ്ങളടക്കം ഷിംജിത സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ഇതിൽ മനംനൊന്നാണ് ദീപക് ജീവനൊടുക്കിയതെന്ന് കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.